ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തലശ്ശേരി ടൈപ്പ് ഒരു സാമ്പാറാണ്. അതായത് തേങ്ങ വറുത്തരച്ച് തലശ്ശേരിക്കാർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെയുള്ളൊരു അടിപൊളി സാമ്പാറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ പച്ചക്കറികൾ ഇത്രയും പച്ചക്കറികൾ. ഞാനിതിൽ വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാര്യം ഇത് തന്നെ ഞങ്ങൾക്ക് 4 പേർക്ക് ഇത് തന്നെ ധാരാളമാണ്. എന്ന് വെച്ചാൽ ഇനിയും കൂടുതൽ പച്ചക്കറികൾ ഇട്ടാൽ കുറേ ദിവസത്തേക്കുള്ള കറികളായി പോകും. അപ്പോൾ ഞാൻ ഇത്രമാത്രം പച്ചക്കറികളെ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മളൊരു കുക്കറിൽ ആവശ്യത്തിനുള്ള പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മെയിനായിട്ടുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ മതിയാകും. 3 വിസിൽ വേവിക്കാൻ വയ്ക്കുക. 3 വിസിൽ വന്നതിന് ശേഷം നമ്മൾ അതിൽ മുരിങ്ങക്കായ്, ഞങ്ങളിവിടെ മുരിങ്ങക്കായ് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ മുരിങ്ങക്കോല് എന്ന് പറയും, അത് ആഡ് ചെയ്യുക. അത് വേവിക്കാൻ വയ്ക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത്, അതായത് തേങ്ങ വറക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം. തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം വറുത്ത് വരണം. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അത് തണുക്കാൻ വെക്കുക, കൂളാകാൻ വേണ്ടി വെക്കുക. കൂളായതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരക്കാം, ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടായാലും അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങക്കായ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. 1/4 ഭാഗം വെന്ത മുരിങ്ങക്ക ആകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. വെണ്ടക്ക ആദ്യം ഇട്ടാൽ മൊത്തം വെന്ത് അടിഞ്ഞ് പണിയായി പോവും. അതുകൊണ്ട് വെണ്ടക്ക പിന്നെ ചേർത്താൽ മതി. ആ വെണ്ട ചേർത്തതിന് ശേഷമാണ് ഞാൻ അരക്കുന്നത്. ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു കുറേ ഓയിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആവുന്ന രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുന്നപ്പോഴത്തേക്ക് വെണ്ടക്ക വെന്തിട്ടുണ്ടാവും. വെണ്ടക്കൊക്കെ ചെറിയൊരു വേവല്ലേ ഉള്ളൂ. അപ്പോൾ വെണ്ടക്ക വെന്തിട്ടുണ്ടാവും. അപ്പോൾ വെണ്ടക്ക വെന്ത് കഴിഞ്ഞതിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചതും കൂടി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം. കൂടുതൽ ടൈറ്റാണ്, കുറുകിയിരിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാം. അതിലേക്ക് സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ഇടാം. അതിലേക്ക് മല്ലിയിലയും ചേർത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ വറവിടുവാണ്. കടുക് വറുത്തിടുക എന്ന് പറയും. അപ്പോൾ കടുകിൽ വെളിച്ചെണ്ണ, കടുകിടുക, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ താളിച്ചെടുക്കുക. അത് കറിയിലേക്ക് ഒഴിക്കുക, നല്ലപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ ഞാനിതിൽ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഒരു പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അന്ന് ശർക്കര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ്, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഈ സാമ്പാർ കിട്ടും. ഇതാണ് നമ്മളെ തലശ്ശേരി സാമ്പാർ. നമുക്കിനി ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചോറ് ഇട്ട് നല്ല അടിപൊളി സാമ്പാർ ഒഴിക്കുക. കണ്ടോ, ആ സാമ്പാറിൻ്റെ ആ ഒരു തിക്നെസ്, ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സാമ്പാർ ഉണ്ടാവുക. ആ സാമ്പാർ ഒഴിക്കുക. പിന്നെ ഞാനിന്ന് കോവയ്ക്കാണ് വറവുണ്ടാക്കിയത്. 2 കഷ്ണം ഉണക്ക് ഉണ്ട്, പിന്നെ അച്ചാറും. അച്ചാറും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.